കൂറുമാറിയെത്തി വൈസ് പ്രസിഡന്റായി അംഗത്തെ അയോഗ്യനാക്കിയതിനെ തുടർന്ന് ഒഴിവുവന്ന മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 21-ന് നടക്കും. രാവിലെ 11-ന് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ് ഭരണാധികാരി. നിലവിൽ കോൺഗ്രസാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. 21-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDF 8 എന്നിങ്ങനെയാണ് അംഗബലം. കഴിഞ്ഞ 25-നാണ് LDF-ൽ നിന്ന് കൂറുമാറി കോൺഗ്രസിലെത്തിയ മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വി ബാലചന്ദ്രനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയത്. ഇതേ തുടർന്ന് ഇയാൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഈ മാസം 21-ന് പഞ്ചായത്തിൽ വീണ്ടും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ കോൺഗ്രസാണ് മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത്. 21-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDF 8 എന്നിങ്ങനെയാണ് അംഗബലം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 4 പേരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. കോൺഗ്രസിൽ നിന്നും LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന R. പ്രവീണ, M. രാജേന്ദ്രൻ, CPI-യിൽ നിന്നും കോൺഗ്രസിലെത്തിയ തങ്കമുടി, CPM-ൽ നിന്നും കോൺഗ്രസിലെത്തി വൈസ് പ്രസിഡന്റായ ബാലചന്ദ്രൻ എന്നിവരാണ് അയോഗ്യരായത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് വിവിധ അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, അടിമാലി.